ഹലോ. നാഷണൽ ഹൈവേ 66 തൃശ്ശൂർ ജില്ലയിലെ ഏകദേശം 65 കിലോമീറ്ററാണ് കടന്നു പോകുന്നത്. ജില്ലയിലെ എത്രത്തോളം വർക്കുകൾ എത്തി നിൽക്കുന്നു, ഇപ്പോൾ എന്തൊക്കെ വർക്കുകളാണ് നടക്കുന്നത് തുടങ്ങിയ വിവരങ്ങളും കാഴ്ചകളും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ടൈം ഫോർ യുവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ. നാഷണൽ ഹൈവേ 66 തൃശ്ശൂർ ജില്ലയിൽ ഏകദേശം എത്രത്തോളം പുരോഗതിയും വർക്കുകളും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാര്യമായിട്ട് നോക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാം ഭാഗമായിട്ട് അല്ലെങ്കിൽ അവസാന ഭാഗത്തായിട്ട് നാഷണൽ ഹൈവേ 66മായി ബന്ധപ്പെട്ട് നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് ഡാറ്റകളും കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും വീഡിയോ അവസാനം വരെ കാണുകയാണെങ്കിൽ തീർച്ചയായും ഉപകാരപ്പെടുമെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ തൃശ്ശൂർ ജില്ലയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ തൃശ്ശൂർ ജില്ലയുടെ ഒരു വ്യൂസ്, ഒരു അവലോകനം എന്നുള്ള മൊത്തത്തിലുള്ളൊരു വ്യൂസാണ് നമ്മൾ നോക്കുന്നത്. തൃശ്ശൂർ ജില്ല തുടങ്ങുന്നതെന്ന് പറയുന്നത് തങ്ങൾപ്പടി അടുത്തു നിന്നാണ്, അതായത് അണ്ടത്തോട് അടുത്തുള്ള തങ്ങൾപ്പടിയിൽ നിന്നാണ് തൃശ്ശൂർ ജില്ല തുടങ്ങുന്നത്. പിന്നെ അവിടുന്ന് ഏകദേശം മൂത്തകുന്നം ബ്രിഡ്ജ് വരെയാണ് ഈ തൃശ്ശൂർ ജില്ലയിലെ NH66 കടന്നു പോകുന്നത്. കൊടുങ്ങല്ലൂർ അടുത്താണ് മൂത്തകുന്നം ബ്രിഡ്ജ് വരുന്നത്. അങ്ങനെ ഏകദേശം ഒരു 65 കിലോമീറ്ററാണ് തൃശ്ശൂർ ജില്ലയിലൂടെ NH66 കടന്നു പോകുന്നത്. അപ്പോൾ ഇതിൽ NH66 കടന്നു പോകുന്നത്, അപ്പോൾ ഇതിൽ കാര്യമായിട്ട് 2 റീച്ചുകളാണ് തൃശ്ശൂർ ജില്ലയിൽ വരുന്നത്. ഒന്ന് പറയുന്നത് തുടങ്ങുന്നത് കാപ്രിക്കാട് മുതൽ തളിക്കുളം വരെ ഫസ്റ്റ് റീച്ച്, അതുപോലെ രണ്ടാം റീച്ച് തളിക്കുളം മുതൽ കൊടുങ്ങല്ലൂർ വരെ. ഈ 2 റീച്ചുകളും വർക്ക് നടത്തുന്നത് ശിവാലയ കൺസ്ട്രക്ഷനാണ്. അപ്പോൾ തൃശ്ശൂർ ജില്ല ഏറെക്കുറെ മുഴുവനായിട്ടും ശിവാലയ കൺസ്ട്രക്ഷനാണ് നടത്തുന്നത്. അപ്പോൾ ഈ 2 റീച്ചുകളാണ് തൃശ്ശൂർ ജില്ലയിൽ ടോട്ടൽ വരുന്നത്. ഇനി തൃശ്ശൂർ ജില്ലയിൽ മൊത്തത്തിലുള്ള വർക്കുകൾ എന്താണ് അവസ്ഥ എന്ന് പറയുമ്പോൾ, മറ്റുള്ള ഭാഗങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മലപ്പുറം ജില്ലയിലും അതുപോലെ തന്നെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ സഞ്ചരിച്ചപ്പോൾ NH66മായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ തൃശ്ശൂർ ജില്ലയിൽ കുറച്ച് പുറകിലാണ് നിൽക്കുന്നത്. അത് ഒരുപാട് കാരണങ്ങളുണ്ടാവാം. കാരണം ഒരുപാട് കാലങ്ങൾക്ക് ശേഷമായിരിക്കും മറ്റുള്ള സ്ഥലത്തൊക്കെ കൺസ്ട്രക്ഷൻ്റെ പിന്നെ തുടങ്ങിയതിന് ശേഷമായിരിക്കും നമ്മൾ ഈ തൃശ്ശൂർ ജില്ലയിൽ തുടങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ കുറച്ച് അവസാനമായിട്ട് ഉണ്ടാവും കോൺട്രാക്ട് കിട്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും കുറച്ചുകൂടി സ്ലോ ആയത്. പക്ഷെ എന്നാലും അതുകൊണ്ട് തന്നെ നമുക്ക് മൊത്തത്തിൽ സ്ലോ ആണെന്ന് നമുക്ക് പറയാം. സ്ലോ എന്നല്ല, കുറച്ച് ബാക്കിലാണെന്ന് പറയാം. കാരണം കുറച്ച് പുറകിലായിട്ടായിരിക്കും തുടങ്ങിയിട്ടുണ്ടാവുക. എന്തായാലും ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കുമ്പോൾ തൃശ്ശൂർ ജില്ലയിൽ 6 ബൈപ്പാസുകളാണ് വരുന്നത്. മെയിനായിട്ടുള്ള 6 ബൈപ്പാസുകളാണ് വരുന്നത്. അതിൽ ഒന്നാമത്തെ ബൈപ്പാസ് എന്ന് പറയുന്നത് ചാവക്കാട് ബൈപ്പാസാണ്. ഏകദേശം ഒരു 2.5 കിലോമീറ്റർ ദൂരം വരുന്ന ബൈപ്പാസിൽ ഈ ചാവക്കാട് എന്ന് പറയുന്ന ടൗണ് ഒഴിവാക്കിയിട്ടാണ് ഈ ബൈപ്പാസ് കടന്നു പോകുന്നത്. മണത്തല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് തുടങ്ങി വില്യംസ് എന്ന് പറയുന്ന സ്ഥലം വരെയാണ് ഈ ബൈപ്പാസ് നീണ്ടു കിടക്കുന്നത്. 2.5 കിലോമീറ്ററാണ് ഏകദേശം ദൂരം വരുന്നത്. പിന്നെ രണ്ടാമത്തെ ബൈപ്പാസ് എന്ന് പറയുന്നത് വാടാനപ്പള്ളി ബൈപ്പാസാണ്. വാടാനപ്പള്ളി എന്ന് പറയുന്ന ടൗൺ ഒഴിവാക്കിയിട്ട് വരുന്ന ബൈപ്പാസാണ് വാടാനപ്പള്ളി ബൈപ്പാസ്. 7ാം കല്ല് മുതലാണ് ബൈപ്പാസ് തുടങ്ങുന്നത്. തളിക്കുളം വരെയാണ്, ഏകദേശം തളിക്കുളം വരെയാണ് ഈ ബൈപ്പാസ് അവസാനിക്കുന്നത്. തളിക്കുളത്തിനടുത്ത് ഏകദേശം ഒരു 6 കിലോമീറ്റർ ദൂരത്തിൽ വരുന്ന ബൈപ്പാസാണ്. തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും വലിയൊരു ബൈപ്പാസായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ മൂന്നാമത്തെ ബൈപ്പാസാണ് തൃപ്പയാർ ബൈപ്പാസ്. ഇത് ഏകദേശം 4 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. തൃപ്പയാർ എന്ന് പറയുന്ന ടൗണ് സ്കിപ്പ് ചെയ്തിട്ടാണ് ഈ ബൈപ്പാസ് കടന്നു പോകുന്നത്. നാട്ടികയിൽ നിന്ന് തുടങ്ങിയിട്ട് മുറിയാംതോട് അടുത്ത് വരെയാണ് ഈ ബൈപ്പാസ് വരുന്നത്. പിന്നെ 4ാമത്തെ ബൈപ്പാസാണ് ചന്ദ്രാപ്പിനി ബൈപ്പാസ്. 2 കിലോമീറ്ററാണ് ബൈപ്പാസിൻ്റെ ദൂരം വരുന്നത്. ചെറിയൊരു ബൈപ്പാസാണ്. പെരിഞ്ഞിനം എന്ന് പറയുന്ന ടൗണ് സ്കിപ്പ് ചെയ്തിട്ടാണ് ഈ ബൈപ്പാസ് കടന്നു പോകുന്നത്. വഴിയമ്പലത്ത് നിന്ന് തുടങ്ങി കൊറ്റംകുളം വരെയാണ് ഈ ബൈപ്പാസ് പോകുന്നത്. പിന്നെ 5ാമത്തെ ബൈപ്പാസാണ് 3 പീടിക ബൈപ്പാസ്. ഏകദേശം 2.5 കിലോമീറ്റർ ദൂരം മാത്രം വരുന്ന ബൈപ്പാസാണ് ഈ 3 പീടിക ബൈപ്പാസ്. പിന്നെ അവസാനത്തെ 6ാമത്തെ ബൈപ്പാസാണ് മതിലകം ബൈപ്പാസ്. ഏകദേശം 5 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. പുന്നക്കവസാർ മുതൽ അഞ്ചാമ്പരത്ത് വരെയാണ് ഈ ബൈപ്പാസ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ 6 ബൈപ്പാസുകളാണ് തൃശ്ശൂർ ജില്ലയിൽ കാര്യമായിട്ട് വരുന്നത്. പിന്നെ ചെറിയ ചെറിയ റിയലൈൻമെൻറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് വേറെയുള്ള കാര്യങ്ങളാണ്, നമ്മൾ ഈ ബൈപ്പാസായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ചെറിയ രീതിയിലുള്ള റിയലൈൻമെൻറ്റുകളാണ്, ചെറിയ വളവുകളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള. ഇനി തൃശ്ശൂർ ജില്ലയിൽ മൊത്തത്തിലുള്ളൊരു ചെറിയ മാറ്റം എന്ന് പറയുന്നത്, ബാക്കിയുള്ള ജില്ലകളിലൊക്കെ ഓവർപാസുകൾ കുറച്ചൊക്കെ വരുന്നുണ്ട്. പക്ഷേ തൃശ്ശൂർ ജില്ലയിൽ വളരെ കുറവാണ് ഓവർപാസ്.
നമ്മൾ ഇതുവരെ പോയപ്പോൾ ഭാഗങ്ങളിലൊന്നും ഓവർപാസ് വരുന്നതായിട്ട് കാണുന്നില്ല. ഇനി ഏതെങ്കിലും പുതുതായിട്ട് നിർമ്മിക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. വരാൻ സാധ്യതയില്ല. കാരണം സ്ഥലത്തൊക്കെ ഒരുപാട് അണ്ടർപാസുകൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ ചെറിയ ചെറിയ ഫ്ലൈ ഓവറുകൾ വരുന്നുണ്ട്, പിന്നെ ഒരുപാട് കലുങ്കുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയുടെ മൊത്തത്തിലുള്ള വർക്കുകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് സ്ഥലത്ത് ഈ ഡ്രെയിനേജുകളുടെ വർക്കുകൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ സ്ഥലമേറ്റെടുക്കൽ വർക്ക് പദ്ധതി എന്ന് പറയുന്ന സംഭവം ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇനിയുള്ള ഈ പറയുന്ന ഡ്രെയിനേജ് വർക്കുകൾ ഉണ്ട്, ഒരുപാട് ഭാഗത്ത് ഡ്രെയിനേജ് വർക്കുകളും ചെയ്യാനുണ്ട്. പിന്നെ സർവീസ് റോഡുകളിലൊക്കെ കുറച്ച് ഭാഗങ്ങളിൽ മാത്രമേ കടത്തിവിട്ട് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇനി ഒരുപാട് മാറ്റങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ വരാനുണ്ട്. പക്ഷേ ഒരു 5-6 മാസം കൊണ്ടൊക്കെ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് എന്തായാലും തൃശ്ശൂർ ജില്ലയിൽ എത്തും എന്നുള്ളത് സംശയമൊന്നുമില്ല. കാരണം മലപ്പുറം ജില്ലയും കോഴിക്കോടും കാസർഗോഡൊക്കെ പറയുന്ന പോലെ ഒരു വർഷം മുന്നേ എന്ന് പറയുന്നത് ഒരുപാട് വർക്കുകൾ തുടക്ക ഭാഗം തന്നെയായിരുന്നു. അപ്പോൾ ഒരു വർഷം കൊണ്ടൊക്കെ വലിയ മാറ്റങ്ങൾ എന്തായാലും ഭാഗത്ത് വരും. പിന്നെ ചില ഭാഗത്തൊക്കെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചില ഭാഗത്തൊക്കെ ഈ പറയുന്ന പോലെ 3 വരി പാതയുടെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് വളരെ കുറഞ്ഞ ഭാഗങ്ങളിൽ. അപ്പോൾ ഇനി ബാക്കിയുള്ള ഭാഗങ്ങളിൽ കൂടി ആ രീതിയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ്. പിന്നെ ഫസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത് ഈ സർവീസ് റോഡിലേക്ക് വാഹനങ്ങളെ തിരിച്ചുവിടുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ഈ ആദ്യം തന്നെ ഓവർപാസും അണ്ടർപാസും ഫ്രീ ആയിട്ട് അതിലൂടെ വാഹനങ്ങളെ കടത്തിവിട്ട് സർവീസ് റോഡുകളൊക്കെ തുറന്നു കൊടുത്തിട്ടുള്ള വർക്കുകളാണ്. അത് ഇതിന് ശേഷമാണ് മെയിനായിട്ട് ഈ 6 വരി പാതയുടെ വർക്കിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നല്ല വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എവിടെയും വർക്ക് തീരെ നടക്കാത്ത ഭാഗങ്ങളൊന്നുമില്ല. എന്തായാലും എല്ലാ സ്ഥലത്തും വർക്കുകൾ അത്യാവശ്യം വേഗതയിൽ തന്നെ നടക്കുന്നുണ്ട്. പിന്നെയെന്ന് പറയുമ്പോൾ ഇനി അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് പറയാനുള്ളത് NH66 എന്ന് പറയുന്ന മൊത്തം ഹൈവേയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഇനി പറയാനുള്ളത്. തൃശ്ശൂർ ജില്ലയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്നേ ഉള്ളൂ തോന്നുന്നു. അപ്പോൾ ഇനി ബാക്കിയുള്ള നാഷണൽ ഹൈവേ 66 മുഴുവനായിട്ട് പറയുമ്പോൾ ഈ തമിഴ്നാടിൻ്റെ കന്യാകുമാരി മുതൽ മഹാരാഷ്ട്രയിലെ മുംബൈക്കടുത്തുള്ള പാൻവേൽ വരെ നീളുന്ന 1640 കിലോമീറ്റർ ദൂരത്തിൽ വരുന്ന വലിയൊരു ഹൈവേ പദ്ധതിയാണ് ഈ NH66 എന്ന് പറയുന്നത്. 5 സംസ്ഥാനങ്ങളിലെ കണക്ട് ചെയ്തിട്ട് കൊണ്ടാണ് ഈ NH66 കടന്നു പോകുന്നത്. തമിഴ്നാട്ടിൽ 56 കിലോമീറ്ററും കേരളത്തിൽ 678 കിലോമീറ്ററും. തമിഴ്നാട്ടിലാണ് ഏറ്റവും കുറവായി NH66 കടന്നു പോകുന്നത്. അതുപോലെ തന്നെ കേരളത്തിലാണ് ഏറ്റവും കൂടുതലായിട്ട് NH66 കടന്നു പോകുന്നത്. പിന്നെ കർണാടകയിൽ 294 കിലോമീറ്റർ, ഗോവയിൽ 137 കിലോമീറ്റർ, മഹാരാഷ്ട്രയിൽ 475 കിലോമീറ്റർ. ഇങ്ങനെയാണ് NH66 ഓരോ സ്റ്റേറ്റിലും കടന്നു പോകുന്നത്. അതുപോലെ തന്നെ NH66 എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ലോങ് ആയിട്ട് പോകുന്ന ഹൈവേയിൽ 9ാം സ്ഥാനത്ത് വരുന്ന ഒരു ഹൈവേ ആണ് NH66 എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൂരത്തിൽ വരുന്ന ഹൈവേ എന്ന് പറയുന്നത് NH44 ആണ്. അത് കന്യാകുമാരിയിൽ നിന്ന് ശ്രീനഗർ വരെ പോകുന്ന വലിയൊരു ഹൈവേ ആണ്. ഏകദേശം 4000 കിലോമീറ്ററൊക്കെ ദൂരം വരുന്ന ഹൈവേ ആണ് ഈ NH44. പക്ഷേ അത് മെയിനായിട്ട് 4 വരി പാതയാണ് കടന്നു പോകുന്നത് ആവറേജ്. പക്ഷേ NH66 കൂടുതലും 6 വരി പാതയാണ്. ചില സ്ഥലത്തൊക്കെ 4 വരി പാത ഒക്കെ ആയിട്ട് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ കൂടുതലായിട്ടും 6 വരി പാതയും സർവീസ് റോഡുകൾ വരുന്നുണ്ട്. കുറച്ച് ഭാഗങ്ങളിൽ സർവീസ് റോഡ് കാണുന്നില്ല. പിന്നെ പ്രത്യേകിച്ച് വലിയ വലിയ വയഡക്റ്റും അങ്ങനത്തെ ഏരിയകളിലൊക്കെ സർവീസ് റോഡ് ഒഴിവാക്കിയിട്ടുണ്ട് പല ഭാഗത്തും. പിന്നെ മൊത്തത്തിൽ ഈ NH66 ബന്ധപ്പെട്ട ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് കേരളത്തിൽ ഏകദേശം ഒരു 66,000 കോടിയാണ് കണക്കാക്കപ്പെടുന്നത്. അതിൽ ഏകദേശം 22,000 കോടി ലാൻഡ് പിന്നെ എടുക്കുന്നതിന് വേണ്ടിയിട്ടും പിന്നെ 44,000 കോടി എന്ന് പറയുന്നത് വർക്കുമായി ബന്ധപ്പെട്ടൊക്കെയാണ് കണക്കാക്കുന്നത്. ഇതൊക്കെ കുറച്ച് മുന്നത്തെ ഡാറ്റകളാണ്, പക്ഷേ ഏകദേശം ഒക്കെ കണക്കുകൾ അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ഹെൽത്ത് മേഖലയിലും ബിസിനസ് മേഖലയിലും ടൂറിസ്റ്റ് മേഖലയിലും സ്പോർട്സ് മേഖലയിലും എഡ്യൂക്കേഷൻ മേഖലയിലൊക്കെ വലിയൊരു കുതിച്ചാട്ടം തന്നെ ആയിരിക്കും NH66 കംപ്ലീറ്റ് ആകുന്നതോടുകൂടി, പ്രത്യേകിച്ച് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം. കാരണം കേരളത്തിലൂടെയാണ് ഈ NH66 ഏറ്റവും കൂടുതലായി കടന്നു പോകുന്നതെന്നുള്ളതുകൊണ്ട് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തന്നെ ആയിരിക്കും. കാരണം ഇപ്പോൾ കേരളത്തിലെ ഈ മെയിൻ ഹൈവേ ആയ NH66 പക്ഷേ ഇപ്പോൾ പല സ്ഥലത്തും വെറും 2 വരി പാതയിലൂടെയാണ് കടന്നു പോകുന്നത്. വലിയ ബ്ലോക്കുകളാണ് പല ഏരിയകളിലും നേരിടുന്നത്. ഇപ്പോൾ ഈ NH66 വർക്കൊന്ന് കഴിഞ്ഞ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് പല സ്ഥലത്തും. ചില ഏരിയകളൊക്കെ ഇപ്പോൾ 4 വരി പാതയുടെ വീതി ഉണ്ടെന്ന് പറയാം. അപ്പോൾ ബാക്കിയുള്ള പിന്നെ മാത്രമല്ല ഒരു നല്ലൊരു ശതമാനം സ്ഥലത്തും ഡിവൈഡർ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും വലിയ ബുദ്ധിമുട്ടാണ് ഡിവൈഡർ ഇല്ലാത്തത്. അതുപോലെ ഔട്ടർ ബോക്സ് ഇല്ലാത്തത്, ഔട്ടർ പിന്നെ ബോർഡില്ലാത്തത്,
ഇതൊക്കെ ഇല്ലാത്ത കാരണം എന്ന് പറയുന്നത് പലപ്പോഴും പശുക്കളോ അതുപോലെ തന്നെ തെരുവുനായ്ക്കളൊക്കെ എപ്പോഴും റോഡിൽ വന്ന് ഇറങ്ങി നിൽക്കുകയും യാത്രക്കാരെ വാഹനങ്ങളെ വലിയ രീതിയിൽ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉള്ളതാണ്. പിന്നെ നാഷണൽ ഹൈവേ 66 ടോൾ പ്ലാസ വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളെന്ന് പറയുമ്പോൾ പലപ്പോഴും പല ആളുകളും എല്ലാ സ്ഥലത്തും ടോൾ പ്ലാസ വരുന്നുണ്ട്, അല്ലെങ്കിൽ പല സ്ഥലത്തൊന്നും കയറാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 60 കിലോമീറ്ററാണ് ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏകദേശം ഒരു 60 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് 2 ടോൾ പ്ലാസകൾ ഉണ്ടാവുക. അപ്പോൾ കേരളത്തിൽ തന്നെ ഏകദേശം 11 ടോൾ പ്ലാസകളാണ് വരുന്നത്. പിന്നെ മാത്രമല്ല ഒരുപാട് ഭാഗത്ത് എൻട്രി എക്സിറ്റ് വരുന്നുണ്ട്. ഏകദേശം ഒരു 5-6 കിലോമീറ്ററൊക്കെ ദൂരത്തിൽ എല്ലാ സ്ഥലത്തും എൻട്രി എക്സിറ്റ് വരുന്നുണ്ടാവും. കാരണം നമ്മൾ മാഹി ബൈപ്പാസിൽ ഇപ്പോൾ വർക്കുകളൊക്കെ ഒരുപാട് കംപ്ലീറ്റ് ആയി കാണുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്തൊക്കെ എന്ന് പറയുന്നത് 5-6 അല്ല 4-3 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ തന്നെ എൻട്രി എക്സിറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻട്രി എക്സിറ്റൊക്കെ ഒരുപാട് സ്ഥലത്തുണ്ടാവാൻ സാധ്യതയുണ്ട്. ബാക്കിയുള്ള സ്ഥലത്തും ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന തൃശ്ശൂർ ജില്ലയിൽ പല സ്ഥലത്തും ഇപ്പോൾ എവിടെയാണ് എൻട്രി എക്സിറ്റ് എന്നുള്ളതൊന്നും നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷേ കുറച്ചൊക്കെ വർക്കുകൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എന്തായാലും എൻട്രി എക്സിറ്റ് ഏരിയയിലൊക്കെ നമുക്ക് മനസ്സിലാക്കി തുടങ്ങാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ബ്രിഡ്ജുകൾ തൃശ്ശൂർ ജില്ലയിൽ വരുന്നുണ്ട്. തൃശ്ശൂർ ജില്ലയിലല്ല മൊത്തത്തിൽ ഒരുപാട് ബ്രിഡ്ജുകളും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ അണ്ടർപാസുകൾ, ഓവർപാസുകൾ, ഫ്ലൈ ഓവറുകൾ, പിന്നെ കലുങ്കുകൾ, അതുപോലെ തന്നെ ട്രക്ക് ബൈ, അങ്ങനെ ഫ്ലൈ ഓവറുകൾ, പിന്നെ അങ്ങനെ ഒരുപാട് പിന്നെ ഇങ്ങനെയൊക്കെ ഒരുപാട് സെറ്റപ്പുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് സിഗ്നൽസ് ക്ലോസിങ് ഒഴിവാക്കാൻ പറ്റും. ഒരുപാട് സിഗ്നൽസ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. വളരെ കുറഞ്ഞ സിഗ്നൽസ് മാത്രമേ NH66 ഉണ്ടാവാൻ സാധ്യതയുള്ളൂ ഫുൾ വർക്ക് കംപ്ലീറ്റ് ആവുമ്പോൾ. ഇപ്പോൾ മാഹിയിലൊരു സിഗ്നൽ കാണുന്നുണ്ട്. അത് ഒരു സ്ട്രെയിറ്റായി പരിഗണിക്കുന്ന രീതിയിലുള്ള സ്ഥലങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട വലിയ ഹൈവേകൾ കടന്നു പോകുന്ന ഏരിയകൾ മാത്രമേ ഈ സിഗ്നൽ വരുന്നുള്ളൂ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഏരിയകളിലും സിഗ്നൽ വരാൻ സാധ്യതയില്ല. എന്തായാലും ഏകദേശം ഒരു 30 വർഷത്തെ റിപ്പയറിങ് ടൈമും ഈ പറയുന്ന NH66 വർക്കിനുണ്ട്. ഈ ഒരു NH66 മൊത്തത്തിലുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഏകദേശം ഒരു 3.5 മീറ്ററുള്ള 3 റോഡാണ് ഒരു ഭാഗത്ത് കടന്നു പോകുന്നത്. പിന്നെ ചെറിയ രീതിയിലുള്ള ഫുട്പാത്തും എന്നുള്ള ഒരു ഏരിയ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ 7 മീറ്ററിലെ 2 സർവീസ് റോഡുകളാണ്. സർവീസ് റോഡുകൾ പല സ്ഥലത്തും ആ ഒരു വീതിയിൽ ഉണ്ടാക്കുന്നത് കാണില്ല. ചില സ്ഥലത്തൊക്കെ 6-6.5, ചില സ്ഥലത്ത് 7 മീറ്ററും ഉണ്ട്, ചില സ്ഥലത്ത് വെറും 4 മീറ്ററിലൊക്കെ കുറഞ്ഞിട്ടും സർവീസ് റോഡ് പോകുന്നുണ്ട്. സർവീസ് റോഡിൽ പക്ഷേ എന്നാലും ബാക്കിയുള്ള സ്ഥലത്തൊക്കെ മെയിൻ 6 വരിപ്പാത വളരെ കണ്ടീഷനായിട്ട് തന്നെ നിർമ്മിച്ച് വെക്കുന്നുണ്ട്. പിന്നെ ഹൈറ്റും ഒക്കെ കാര്യങ്ങളിലൊക്കെ അപ്പോൾ അത്യാവശ്യം ആ ഒരു ലെവലിലൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് മെയിൻ 6 വരിപ്പാത കടന്നു പോകുന്നത്. പിന്നെയെന്ന് പറയുന്നത് മൊത്തത്തിൽ 20-21 റീച്ചുകളിലൊക്കെയാണ് ഈ NH66 ഭാഗിച്ചു കൊടുത്തിട്ടുള്ള ഒരുപാട് കമ്പനികൾക്കായിട്ട്. അത് KNRC, ഊരാളുങ്കൽ, മേഘ എൻ്റർപ്രൈസ്, വിശ്വസമുദ്ര, IKK, അദാനി എൻ്റർപ്രൈസ്, ശിവാലയ, അതുപോലെ തന്നെ L&T കൺസ്ട്രക്ഷൻ, KMC അങ്ങനെ തുടങ്ങി ഒരുപാട് കമ്പനികൾക്ക് ഈ പറയുന്ന ഓരോ റീച്ചുകളായിട്ട് ഇങ്ങനെ വീതിച്ച് കൊടുത്തിട്ടുള്ളത്, ടെൻഡർ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ KNRCൻ്റെ ഒരു ചെറിയൊരു റീച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് പക്ഷേ 6 വരിപ്പാതയാണോ എന്നുള്ളത് സംശയമുണ്ട്. കാരണം ഒരുപാട് മുന്നേ കിട്ടിയ കോൺട്രാക്റ്റ് ആയിരിക്കും അത്. അപ്പോൾ അതുകൊണ്ടാണ് അത് പെട്ടെന്ന് റീച്ച് ആയത്, കംപ്ലീറ്റ് ആയത്. പിന്നെ അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ല എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ചുകൂടി പുറകിൽ കുറേ കഴിഞ്ഞിട്ട് കോൺട്രാക്റ്റ് കിട്ടിയതുകൊണ്ടായിരിക്കും കുറച്ചും കൂടി പുറകിലായിട്ട് കാണുന്നത്. ഇനി ബാക്കിയുള്ള ജില്ലകളൊക്കെ നമ്മൾ നോക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ടൈം ഫോർ യു എന്ന് പറയുന്നത് കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ഈ 4 ജില്ലകൾ മാത്രമേ നമ്മൾ കവർ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ 5 ഈ പറയുന്ന തൃശ്ശൂരും. അപ്പോൾ ബാക്കിയുള്ള ജില്ലകളൊക്കെ മൊത്തത്തിൽ നമ്മൾ കവർ ചെയ്യുമ്പോൾ നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് നമ്മൾ പറയുന്നത്. അതല്ലാതെ നമുക്ക് ഇപ്പോൾ പിന്നെ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. എന്നാലും നമ്മുടെ ഒരു നേരിട്ടുള്ള കാഴ്ച വെച്ച് നോക്കുമ്പോൾ തൃശ്ശൂർ ജില്ലയാണ് ഇപ്പോൾ കണ്ടുവച്ചതിൽ കുറച്ച് ബാക്കിലായിട്ട് പോകുന്നത്. എന്തായാലും തൃശ്ശൂർ ജില്ലയിൽ ഒരു 65 കിലോമീറ്റർ പോകുന്നുണ്ടെങ്കിൽ ആലപ്പുഴയിലാണ് ഏറ്റവും കൂടുതലായിട്ട് NH66 കടന്നു പോകുന്നത്. 100 കിലോമീറ്റർ എങ്ങാനും ദൂരത്തിൽ പോകുന്നുണ്ട്. ആലപ്പുഴ എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ NH66 കടന്നു പോകുന്നത് ഈ ആലപ്പുഴയിലാണ്. കാരണം ആലപ്പുഴ കുറച്ച് പിന്നെ ലോങ് ആയിട്ടുള്ള രീതിയിൽ നീളത്തിലാണ് ജില്ല വരുന്നത്. അതുകൊണ്ട് മെയിനായിട്ട് കടന്നു പോകുന്ന ഭാഗമൊക്കെ NH66 ഈ ഭാഗത്തുകൂടെ ആയതുകൊണ്ടാണ് ആലപ്പുഴയിലൂടെ ഏറ്റവും കൂടുതലായിട്ട് NH66 കടന്നു പോകാനുള്ള സാധ്യത എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എറണാകുളത്ത് 45 കിലോമീറ്റർ മാത്രമേ, ഏകദേശം കണക്കുകളാണ് പറയുന്നത്. നമ്മൾ പറയുന്ന പലതും ഏകദേശ കണക്കുകളാണ്. കൃത്യമായിട്ടുള്ള കണക്കുകളെന്ന് പറയുന്നത് വേറെ രീതിയിലാണ് നമ്മൾ
മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ കോട്ടയം, അതുപോലെ തന്നെ പത്തനംതിട്ട, പാലക്കാട്, ഇടുക്കി, വയനാട് ഇങ്ങനത്തെ ഒരു 4-5 ജില്ലകളിലൂടെ NH-66 കടന്നു പോകുന്നില്ല, ടച്ച് ചെയ്യുന്നില്ല. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ടച്ച് ചെയ്യുന്ന മറ്റു കണക്ഷൻ റോഡുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഈ NH-66ലേക്ക് കണക്ട് ചെയ്യാൻ ഇവർക്ക് പറ്റും. പിന്നെ നമുക്ക് NH-66 ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്. സാധാരണ നാഷണൽ ഹൈവേ 66 ഇപ്പോൾ ഇതുവരെയുള്ള ഹൈവേ എന്ന് പറയുമ്പോൾ റോഡിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും എല്ലാ സമയത്തും ഇത് വെട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഭാഗങ്ങളായിരിക്കും പല ഭാഗത്തും. അപ്പോൾ അത് എപ്പോഴും ഇങ്ങനെ റിട്ടയർ ചെയ്യാറുണ്ട്. പക്ഷേ എപ്പോഴും അതൊരു ടാറിങ് ചെയ്യുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. സാധാരണയുള്ള കുഴിയേക്കാൾ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഈ ടാർ ചെയ്ത കുഴികളുടെ മുകളിൽ ഈ ടാർ വരുമ്പോൾ. അത് അതിന് മാത്രം വലിയ രീതിയിലുള്ള ഹമ്പുകളിലേക്കാൾ വലിയ രീതിയിലുള്ള എഫക്റ്റ് പലപ്പോഴും ചെയ്യാറുണ്ട് ഈ NH-66 മെയിൻ റോഡുകളിലെ പല സ്ഥലത്തും അതൊരു വലിയ ഡിസ്റ്റർബൻസ് ആയിട്ട് കാണാറുണ്ട്. ഈ ചെറിയ കുഴികളുണ്ടെങ്കിലും കുഴപ്പമില്ല എന്ന് തോന്നും. കാരണം ഈ പാച്ച് വർക്ക് അതിന് മാത്രം ഡിസ്റ്റൻസിലാണ് അവർ പലപ്പോഴും പല സ്ഥലത്തും കാണാറുള്ളത്. അപ്പോൾ എന്തായാലും നാഷണൽ ഹൈവേ 66 കൂടുതലായിട്ടുള്ള വിവരങ്ങളും കാഴ്ചകളൊക്കെ നമ്മളെപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതലായിട്ടുള്ള ഡാറ്റകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. പിന്നെ ഈ തൃശ്ശൂർ എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ ഒരു രീതി അനുസരിച്ച് നമ്മൾ 5-6 എപ്പിസോഡായിട്ട് ചെയ്യാറുണ്ടായിരുന്നത്. പക്ഷേ തൃശ്ശൂർ ജില്ലയിൽ പിന്നെ അതിന് മാത്രമുള്ള വർക്കുകൾ നടന്നതായിട്ട് തോന്നാത്തത് കൊണ്ട് തന്നെ പിന്നെ നമ്മൾ മൊത്തത്തിൽ ഒരു തൃശ്ശൂരിൻ്റെ കാഴ്ചകൾ ഉൾപ്പെടുത്തുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും അടുത്ത എപ്പിസോഡുകളിലൊക്കെ നമ്മൾ തൃശ്ശൂർ ജില്ലയുടെ വരുന്ന സാധിക്കുകയാണെങ്കിൽ ഓരോ എപ്പിസോഡായിട്ട് കുറച്ചുകൂടി വർക്കുകൾ നടന്നതിന് ശേഷം ചെയ്യുന്നതായിരിക്കും. പിന്നെ ബാക്കിയുള്ള എറണാകുളം ജില്ലയൊക്കെ ചെയ്യണമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. ബാക്കിയൊക്കെ പിന്നെ പറ്റുമെങ്കിൽ തീർച്ചയായും ചെയ്യുന്നതായിരിക്കും. ഇനി നാഷണൽ ഹൈവേ 66 എന്ന് പറയുന്നത് നമ്മൾ 2024 ലാസ്റ്റ് അവസാനമാകുമ്പോഴേക്കിന് കംപ്ലീറ്റ് ആവുന്ന ഏരിയകൾ ഉണ്ടാവും ഒരുപാട്. പിന്നെ ബാക്കി ചില ഭാഗങ്ങളിലൊക്കെ 2025 ഒരു മധ്യമൊക്കെ ആകുമ്പോഴത്തേന് കംപ്ലീറ്റ് ആവും. ഏറെക്കുറെ ഭാഗങ്ങളും 2025 ലാസ്റ്റ് ആകുമ്പോഴത്തേന് കംപ്ലീറ്റ് ആവുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ കഴിഞ്ഞ ഭാഗത്തൊക്കെ നമ്മൾ മന്ത്രി റിയാസിൻ്റെ ഒരു പിന്നെ ട്വീറ്റ് കണ്ടിരുന്നു. 2024 ലാസ്റ്റ് ആകുമ്പോഴത്തേനൊക്കെ നമ്മൾ ഈ കംപ്ലീറ്റ് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മുന്നേ കണ്ടാണ്. എന്തായാലും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. എന്തായാലും ഇത് ഒരുപാട് പിന്നെ ചേഞ്ച് ആവാനുള്ള സാധ്യതയില്ല. പിന്നെ ഓരോ റീച്ചുകളും പല ഘട്ടങ്ങളിലായിട്ടായിരിക്കും കംപ്ലീറ്റ് ആവുക. തൃശ്ശൂർ ജില്ല എന്തായാലും കുറച്ചൊരു പുറകെ തന്നെ ആയിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ നമ്മുടെ NH-66 ഒരു മാക്സിമം സ്പീഡായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് 110 കിലോമീറ്ററാണ്. ഏകദേശം 9 സീറ്റിൽ കുറവുള്ള വാഹനങ്ങൾക്കാണ് 4 ചക്ര വാഹനങ്ങൾക്കാണ് ഈ പറയുന്ന 110 സ്പീഡ് എന്ന് പറയുന്നത് മാക്സിമം ആയിട്ട്. പല സ്ഥലത്തും അത് കുറച്ചതായിട്ടും കാണുന്നുണ്ട്, 50-60 ഒക്കെ കാണുന്നുണ്ട്. ട്രക്കുകൾക്ക് അതുപോലെ തന്നെ ബസ്സുകൾക്കൊക്കെ 70-80 ആയിരിക്കും മാക്സിമം ഉണ്ടാവുക. 2 വീലേഴ്സിനെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ 3 വീലേഴ്സിനെ ഈ NH-66 കടത്തി വിടുമെന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും ഒരു 100% തീരുമാനമായിട്ടില്ല. കാരണം അതൊക്കെ സംശയങ്ങളാണ്. പറയുന്ന പോലെ ഈ 2 വീലേഴ്സും 3 വീലേഴ്സും ഒക്കെ ടാക്സ് കൊടുക്കുന്നത് തന്നെയാണല്ലോ. അപ്പോൾ അവർ അങ്ങനെ അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സർവീസ് റോഡുകൾ കുറച്ചും കൂടി സൂപ്പറായിട്ട് നിർമ്മിച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ ഇവർക്കായിട്ട് പ്രത്യേക ഒരു ലൈന് നിർമ്മിച്ച് വെച്ചിട്ടൊക്കെ കൊടുക്കാൻ പറ്റുമായിരുന്നു. അല്ലെങ്കിൽ സർവീസ് റോഡ് നല്ല സൂപ്പറായിട്ട് നിർമ്മിച്ച് വെച്ചാൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ പിന്നെ മൈസൂർ ഭാഗത്ത് നിർമ്മിച്ചൊരു റോഡ് ഇപ്പോൾ ഇവിടെ അടുത്ത് ഹൈവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നു. അപ്പോൾ അവിടെ എല്ലാ സ്ഥലത്തും സർവീസ് റോഡ് വരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനത്തെ ഏരിയകളിലൊക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ പറയുന്ന 2 വീലേഴ്സിനെയൊക്കെ ഒഴിവാക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ അത് അവർ കറക്കുമ്പോൾ എന്തായാലും മൂന്നാമത്തെ ഫസ്റ്റ് ലൈനിലൂടെ മാത്രം സ്പീഡ് ഇല്ലാത്ത വേഗത കുറഞ്ഞ ലൈനിലൂടെ മാത്രം സഞ്ചരിക്കുകയാണ് വേണ്ടത്. പിന്നെ NH-66 എന്ന് പറയുമ്പോൾ നമ്മളെന്തായാലും ബാക്കിയുള്ള റോഡിലൂടെ ഹൈവേയിലൂടെ കടന്നു പോകുന്ന പോലെയല്ല. NH-66 കുറച്ചുകൂടി നിയമങ്ങളും കാര്യങ്ങളൊക്കെ സ്ട്രിക്റ്റ്ലി പാലിക്കേണ്ടി വരും. കാരണം അതിന് മാത്രം ഫൈനുകളും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത എന്തായാലും ഉണ്ട്. പിന്നെ നാഷണൽ ഹൈവേ 66 മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം നിലവിൽ നമ്മൾ ഒരു 2 വരി പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് പോയ ആളുകളാണെങ്കിലും ഈ പുതിയ വരുന്ന ഹൈവേ എന്ന് പറയുമ്പോൾ
2 വരി, പല സ്ഥലത്ത് 4 വരി പാതയുടെ വീതി ഉണ്ട്. അതൊക്കെ 6 വരി പാത വീതിയും പിന്നെ സർവീസ് റോഡും വരുമ്പോൾ 8 വരി പാതയുടെ വീതി വരുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഇതോടനുബന്ധിച്ച് എല്ലാ സ്ഥലത്തും എൻട്രി എക്സിറ്റ് എന്നുള്ള രീതിയിലാണ് വാഹനങ്ങൾ വരുന്നത്. അല്ലാതെ തോന്നിയ സ്ഥലത്ത് നിന്ന് വാഹനങ്ങൾ വരുന്നില്ല. അതോടൊപ്പം തന്നെ തോന്നിയ സ്ഥലത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഔട്ടർ ബോർഡുകൾ ഉള്ളതുകൊണ്ട് തന്നെ പശുക്കൾ, അതുപോലെ തന്നെ തെരുവ് നായ്ക്കൾ, പിന്നെ മറ്റു കുട്ടികൾ പറയുന്ന പോലെ തോന്നിയ പോലെ ആളുകൾ ഈ ഹൈവേയിലേക്ക് കടക്കാൻ പറ്റാത്തതുകൊണ്ടും നല്ല രീതിയിൽ നമുക്ക് പിന്നെ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ പോകാൻ പറ്റുന്ന ഒരു ഹൈവേ തന്നെ ആയിരിക്കും ഈ NH-26. പിന്നെ ഒരുപാട് സ്ഥലത്ത് ജംഗ്ഷനുകൾ ഈ അണ്ടർപാസും ഓവർപാസും വെച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആ ഭാഗങ്ങളിൽ വരുന്ന പിന്നെ ബ്ലോക്കുകളൊക്കെ എന്തായാലും വലിയ രീതിയിലുള്ള കുറവുകൾ വരും. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന റോഡുകൾ ഉയർത്തിക്കൊണ്ടാണ് എല്ലാ സ്ഥലത്തും നിർമ്മിച്ച് കാണുന്നത്. ഈ NH-26 മെയിൻ 6 വരി പാത, സർവീസ് റോഡ് പല സ്ഥലത്തും അതിന് ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടില്ല എന്ന് നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മെയിൻ 6 വരി പാത പക്ഷേ നല്ല ഹൈറ്റിലാണ് പല സ്ഥലത്തും കൂടുതൽ സ്ഥലത്തും നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വെള്ളം കയറാതിരിക്കാനൊക്കെ ഉള്ള സേഫ്റ്റി എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും ഈ മെയിൻ 6 വരി പാത നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒരു അത്യാവശ്യം നല്ല പിന്നെ ഫ്ലഡ് ഉണ്ടായാൽ പോലും തരണം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് NH-26 നിർമ്മാണമൊക്കെ കാണുന്നത്. അപ്പോൾ അതൊരു വലിയ പോസിറ്റീവ് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ വളവ് തിരിവുകളും കയറ്റിറക്കങ്ങളും വളരെ കുറഞ്ഞുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. ഒരുപാട് ബൈപ്പാസുകൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് റീഅലൈൻമെൻറ്റുകൾ വരുന്നുണ്ട്. ഇതിനൊക്കെ അപ്പുറം പിന്നെ അണ്ടർപാസും ഓവർപാസും എന്നൊക്കെ പറയുന്നത് പല സ്ഥലത്തും ഹൈറ്റ് വ്യത്യാസങ്ങൾ കുറക്കുന്നതിനൊക്കെ വലിയ രീതിയിലുള്ള ഹെൽപ്പ് എന്നുള്ള രീതിയിലാണ് നിർമ്മിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും പിന്നെ ഒരുപാട് പോസിറ്റീവുകൾ ഡിവൈഡർ എല്ലാ സ്ഥലത്തും വരുന്നുണ്ട്. അതൊരു ഭയങ്കര പോസിറ്റീവാണ്. കാരണം ഡിവൈഡറിൽ ഇല്ലാത്തതുകൊണ്ടാണ് പല സ്ഥലത്തും വലിയ ആക്സിഡൻറ്റുകളിൽ മരണത്തിലേക്ക് എത്തുന്നത്. വലിയ രീതിയിലുള്ള മരണം എത്തുന്നതിൻ്റെ വലിയൊരു കാരണമാണ് ഈ ഡിവൈഡർ ഇല്ലാത്തതെന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ട്രാഫിക് സിഗ്നൽ ഇല്ലാത്തത് വലിയൊരു സംഭവമാണ്. കാരണം സിഗ്നൽ വളരെ കുറയുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും ഇങ്ങനെ ഒരുപാട് പോസിറ്റീവുകളുണ്ട്. പിന്നെ ടാറിങ് സെറ്റുകൾ നമ്മൾ പ്രത്യേകം പറയേണ്ടതില്ല. 5-6 ലെയറുകളൊക്കെ ആയിട്ടാണ് ടാറിങ് വരുന്നത്. എന്തായാലും നാഷണൽ ഹൈവേ 66 ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും കാഴ്ചകളൊക്കെ നമ്മൾ എന്തായാലും അടുത്ത എപ്പിസോഡുകളിലും ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു പുതിയ വീഡിയോയിൽ വരുന്നവരെ കാണാം. ഗുഡ് ബൈ.